പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പവൻ ഗോൾഡ്, തിരൂർ. എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് കടൽക്ഷോഭത്തിൽപ്പെട്ട വള്ളം മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് സാഹസികമായി കരക്കെത്തിച്ചു. കോസ്റ്റ് ഗാർഡിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും വിലക്കുകൾ മറികടന്നാണ് ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് വള്ളം കരക്കെത്തിച്ചത്. ഇതിലെ 5 മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് വള്ളം കരക്കെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. താനൂർ കടപ്പുറത്തുനിന്ന് 5 ദിവസം മുമ്പ് 5 പേരുമായി മത്സ്യബന്ധനത്തിന് പോയി എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് കടൽക്ഷോഭത്തിൽപ്പെട്ട വള്ളമാണ് മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് കരക്കെത്തിച്ചത്. എഞ്ചിൻ തകരാറ് മൂലം നടുക്കടലിൽ അകപ്പെട്ടു പോവുകയായിരുന്നു താനൂർ സ്വദേശിയായ ഖാലിദിന്റെ ഉടമസ്ഥതയിലുള്ള റാഷിദ മോൾ വള്ളം. മറ്റു മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് മന്ത്രിയെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ നടത്തുകയും തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ബോട്ട് കെട്ടിവലിച്ചു കൊണ്ടുവരാതെ കോസ്റ്റ് ഗാർഡ് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഫിഷറീസ് വകുപ്പും കാലാവസ്ഥയുടെ പ്രശ്നം പറഞ്ഞ് ബോട്ടിന്റെ കാര്യം കൈയൊഴിഞ്ഞതോടെയാണ് തങ്ങൾ മുന്നിട്ടിറങ്ങിയെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. 30-ാം തീയതി ആയിരുന്നു കടലിൽ പോയിരുന്നത്. ഈ 30-ാം തീയതി പോയിട്ട് 31-ാം തീയതിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, വിഷയങ്ങൾ ഉണ്ടാവുന്നത്. ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ നമ്മളിവിടുന്ന് കോസ്റ്റ് ഗാർഡും കാര്യം ഇടപെട്ടപ്പോൾ അവർ ഞങ്ങൾ പരമാവധി ആൾക്കാർ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ രക്ഷപ്പെടുത്താൻ പറ്റാത്ത കാരണത്താൽ ലാസ്റ്റ് നമ്മൾ വിശേഷ മന്ത്രിയുമായി ഇടപെട്ടതിന് ശേഷമാണ് കോസ്റ്റ് ഗാർഡ് കപ്പൽ പോയിട്ട് നമ്മൾ ആൾക്കാർ രക്ഷപ്പെടുത്തുന്നത്. അത് വളരെ ഭംഗിയായിട്ട് അവർ ആൾക്കാർ രക്ഷപ്പെടുത്തി ചെയ്തു. പക്ഷേ നമ്മളെ മുതൽ അവർ പിന്നീട് ഞങ്ങൾ ഈ കാലാവസ്ഥ ക്ലിയർ ആണെങ്കിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. പക്ഷേ അതവർ എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും അവർ ചെയ്തത് വളരെ നന്ദി, അതിന് നമ്മൾ കുറ്റം വരുന്നില്ല. നമ്മളെ എല്ലാ സൗകര്യവും ചെയ്തു തന്നു. ഫിഷറീസ് അവിടെ ആളെ കൊടുന്ന് എറണാകുളം കൊടുന്ന് ബോട്ടിൽ കൊടുന്നതിന് ശേഷം നമ്മൾ പോയിട്ട് ആൾക്കാരെ അനാവർ ചെയ്തിട്ട് നമ്മൾ ആൾക്കാരെടുത്തു. അതിനുശേഷം ഫിഷറീസിന് വണ്ടി തന്നെ താനൂർ കൊടുന്ന് ആൾക്കാരെല്ലാം എത്തിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ ഫിഷറീസ് മന്ത്രിനെ പറ്റി മറ്റുള്ളവരെ പറ്റി എല്ലാം നല്ല അഭിപ്രായം നമുക്കുള്ളൂ ചെയ്തതിൽ. പക്ഷേ നമ്മൾ മുതൽ അവിടെ കിടന്നു, 10-12 ലക്ഷം റുപ്യന് മുതൽ അവിടെ കിടന്നിരുന്നു. ആ മുതലിന് ഒരു വില കൽപ്പിച്ച് തന്നില്ല. നമ്മൾ പരമാവധി പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഫിഷറീസിൻ്റെ ബോട്ട് നമുക്ക് അയച്ചു തന്നെങ്കിൽ അതിൻ്റെ കൂട്ട് 2 ഇഞ്ച് വെച്ച് ഞങ്ങൾ പോയിട്ട് തോണി കെട്ടിക്കൊണ്ടുവരാം. അത് പറഞ്ഞെങ്കിൽ അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അങ്ങനെ 2 ദിവസം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ മുതൽ കിട്ടൂല എന്ന് കണ്ടപ്പോൾ നമ്മളിവിടുത്തെ പ്രവർത്തകരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് സ്വന്തമായിട്ടൊരു ബോട്ട് നമ്മളെ ചെലവിൽ നമ്മളെ പ്രവർത്തകരായ ശരാക്കാൻ്റെ ബോട്ട് നമ്മളെടുത്തു. ആ ബോട്ടിൽ നമ്മളെ ആൾക്കാരെല്ലാവരും 6 പേരും കൂടി ഇടപെട്ടിട്ട് 6 പേരും കയറിയിട്ടാണ് സ്വന്തം റിസ്കിൽ പോയിട്ട് ആ തോണി കെട്ടി വലിച്ചിട്ട് ഞങ്ങൾ പോയത് മുന്നിഞ്ഞാന്നാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് തോണിയും കൊണ്ട് തിരിച്ചെത്തുന്നത്. താനൂർ ഒസാങ്കടപ്പുറം സ്വദേശി ചെറിയ ബാബയുടെ നേതൃത്വത്തിൽ എസ് ആമിന അൽ ബക്ര ബോട്ടിലാണ് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ബോട്ട് തിരഞ്ഞ് പ്രതികൂല കാലാവസ്ഥയിലും ആഴക്കടലിലേക്ക് പോയത്. രാത്രി 9 മണിയോടെ ബോട്ട് കണ്ടെത്തുകയും ചെയ്തു. അവിടുന്ന് രാത്രി 11 മണിക്ക് ബോട്ടുമായി യാത്ര തിരിച്ചു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 3 മണിയോടെ താനൂർ ഹാർബറിൽ തിരിച്ചെത്തി. ഇങ്ങനെ വരാൻ കാരണം വയർലെസ് ആണ്. ഇപ്പം പൊതുവെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇങ്ങനെ ആഴക്കടലിലേക്ക് പോകുന്നവർക്കുള്ളത്. സാറ്റലൈറ്റ് ഒരു ഫോണുണ്ട്, അത് ഈ ഡിസ്ട്രിക്റ്റിൽ ഇന്നവരെ ആർക്കും കൊടുത്തിട്ടില്ല. ഫിഷർമാൻക്ക് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരം ഒന്നിൽ കൂടുതൽ ഒരു 10-15 ടീമിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒരു സാറ്റലൈറ്റ് ഫോണുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വിളിച്ച് പറയാനും പിടിക്കാനും അവർക്ക് കഴിയുമായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഈ കോസ്റ്റൽ പോലീസ് ചെയ്തതെന്തെന്ന് വെച്ചാൽ നമ്മളെ ആളുകൾ മാത്രം കൊടുന്ന് ആ ആളുകൾ മാത്രം കൊടുന്നുകൊണ്ട് ഈ പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള പ്രവൃത്തി മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ആ സാധനം കൂടി വേണമല്ലോ. അത് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് കൊണ്ടുവരൽ. അത് പിന്നീട് എന്ത് ചെയ്തിട്ടില്ല, അവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലും അവർ നടത്തിയിട്ടില്ല. അതിന് പിന്നെ നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടിയെന്ന് റിസ്ക് എടുത്ത് പോകേണ്ടി വന്നു. ഇതിൻ്റെ മുന്നേ ഒരു മുന്നേ ഇതേപോലെ തന്നെ ചാലിയത്ത് വെച്ചിട്ട് ഇങ്ങനെ ബേപ്പൂരിൽ ഒരു വഞ്ചിക്ക് ഇതേവരെ സംഭവിച്ചിട്ട് എഞ്ചിന് കംപ്ലയിൻ്റ് ആയിട്ട് കൊടുന്ന് ചെട്ടിപ്പടി നേടെ കൊണ്ടുപോയി ആങ്കർ ചെയ്ത് ഒരു 13 നോട്ടിക്കൽ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് പിന്നെ ആ വള്ളത്തെ പെറുക്കിയെടുക്കുകയാണ് ഇത്. ചെട്ടിപ്പടി കടപ്പുറത്ത് വെച്ചിട്ട് പെറുക്കിയെടുക്കുകയാണ് ഇത്. ആ കൈസ്റ്റാർ എന്നായിരുന്നു അതിൻ്റെ വള്ളത്തിൻ്റെ പേര്. അവരിപ്പോൾ വള്ളമില്ല വലമില്ല ഒന്നുമില്ല, കടത്തിലേക്ക് മുങ്ങിക്കൊണ്ട് കിടക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഓരോ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ. അതായത് ആരുന്നെങ്കിലും കമ്മീഷത്തിന് പൈസ വാങ്ങും, 1 ലക്ഷം 2 ലക്ഷം രൂപ. എന്തായാലും ഈ പ്രവൃത്തി നഷ്ടപ്പെട്ടാലും ഈ പറഞ്ഞ ആളുകൾക്കുള്ള പൈസ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ 130 രൂപയാണ് ഇപ്പോഴത്തെ 1 ലിറ്റർ മണ്ണെണ്ണക്ക്. അന്ന് 150ഉം 200ഉം 300ഉം ഗവൺമെൻറ് കൊടുത്തിരുന്ന കാലത്ത് 12 നോട്ടിക്കൽ 20 നോട്ടിക്കലിൻ്റെ ഉള്ളിലായിരുന്നു ഈ മത്സ്യബന്ധനം നടന്നിരുന്നത്. അപ്പോൾ അന്ന് ആ ഇഞ്ചിനുള്ള ആ പെർമിറ്റിനുള്ള മണ്ണെണ്ണ മതിയായിരുന്നു. ഇന്നിപ്പോൾ വെറും കൊടുക്കുന്നത് 124 എണ്ണാണ് ആകെ കൊടുക്കുന്നത്. അതും 89 രൂപ 90 രൂപ വില വരുന്നുണ്ട്. ഇപ്പോൾ അതും എന്ത് ചെയ്തിരിക്കണം, നിലവിൽ ഇല്ലാതായിരിക്കണം. 130 രൂപ ബാക്ക് വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മണ്ണെണ്ണ വാങ്ങിയിട്ട് ഞങ്ങൾ പണിക്ക് പോകുന്നത്. ആ പോകുന്ന മണ്ണെണ്ണയിട്ട് 12 നോട്ടിക്കലല്ല ഇന്നത്തെ പണി കൂടുതൽ നടക്കുന്നത് 60 നോട്ടിക്കൽ 70 നോട്ടിക്കലാണ്. അപ്പം ഈ തരുന്ന 124 എണ്ണ മാസത്തിൽ തരുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ആനത്തിന് പണിക്ക് പോയിട്ട് അത് മുതലായി വരില്ല. ഇപ്പം നമ്മൾ തൊട്ട അടുത്ത ഡിസ്ട്രിക്റ്റ് തന്നെ കർണാടക,
48 രൂപയാണ്. തമിഴ്നാട് 26 രൂപയാണ് 1 ലിറ്റർ മണ്ണെണ്ണ. അവിടെ ആണെങ്കിലോ ഈ മത്സ്യബന്ധനത്തിന് ഞാനുള്ള പെർമിറ്റിന് കൊടുക്കുന്നത് 300 എണ്ണയും. നമ്മളെ കേരള സർക്കാർ ഫസ്റ്റ് എഞ്ചിനിക്ക് കൊടുത്തിരുന്ന എണ്ണ ഇന്നിപ്പോൾ നിലവിൽ കൊടുക്കുന്ന ഈ 2 സ്റ്റേറ്റിലും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത് മാത്രമല്ല, മെയിനായിട്ട് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ഓരോ ചെറുകിട എല്ലാവർക്കും, നമ്മൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ള അവസ്ഥയാണിത്. ഇത് കാണാതെ പോകരുതെന്ന് പറയാനുള്ള കാരണം ഈ സാറ്റലൈറ്റ് ഫോൺ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ആണുങ്ങൾക്കെല്ലാം വിളിച്ച് പറയാനും പിടിക്കാനും കഴിയുമായിരുന്നു. 12 ലക്ഷം രൂപയോളം വില വരുന്ന ബോട്ടാണ് ജീവൻ പണയം വെച്ചുകൊണ്ട് കേടുകൂടാതെ കരക്കെത്തിച്ചത്. ഒസാങ്കടപ്പുറം സ്വദേശികളായ ചെറിയബാവക്കൊപ്പം കുഞ്ഞാവ, ഗഫൂർ, സിദ്ദിഖ്, സുബൈർ, അർഷാദ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്.